ഇന്ന് വേറെ പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ ചെറിയൊരാഗ്രഹം മക്കളോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് ഒരിലയിൽ കഴിക്കണമെന്നുള്ള. വല്ലപ്പോഴും ഒരു ടേസ്റ്റിനായിട്ട് മാറ്റി പിടിക്കാം. കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഒരിലയിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ വേറെയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പം കഴിക്കാൻ വയ്യാത്തവർ കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പം അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം പ്രത്യേകിച്ച് നമ്മളെ പാറുക്കുട്ടിയെ പോലെ, പാറുക്കുട്ടിക്ക് ഇലയിൽ, പ്രത്യേകിച്ച് ഒരു ഇലയിൽ കൊടുക്കാത്തതിൻ്റെയാണ് ഈ പിണക്കം. അപ്പം പിണക്കമൊക്കെ മാറി അച്ഛനും മക്കളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി പിന്നെയും പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു ഇലയിൽ തരുമോ തരുമോ എന്ന്. പക്ഷേ അച്ഛൻ പറയുന്നു ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. ഇപ്പോഴത്തേക്കും രണ്ടാമതും ചോറൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കളായിരുന്നാലും ഞാനായിരുന്നാലും. പ്രത്യേകിച്ച് മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ചോറുന്നതേ അറിയില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മീൻകറി എന്നുള്ള സാധനം. മീൻകറി ആയിരുന്നാലും വറുത്തതായിരുന്നാലും. പിന്നെ മേശപ്പുറത്ത് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, വാരി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ടീപ്പയിൽ നിന്നായി കഴിപ്പ്. പിന്നെ അതെല്ലാം കഴിച്ച് എങ്ങനെ തീർന്നെന്നറിയില്ല. പക്ഷെ എന്തായിരുന്നാലും കൊള്ളായിരുന്നു കേട്ടോ. ഫാമിലീനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒത്തുകൂടി ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ അഭിപ്രായം അതാണ്. ഒരുപാട് കറിയൊന്നും ഇല്ലെങ്കിലും എരിശ്ശേരിയും കിച്ചടിയും മീൻകറിയും അച്ചാറും പപ്പടവും ഒക്കെ മാത്രമേ ഉള്ളൂവെങ്കിലും അത് കഴിച്ചതൊരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ആയതുകൊണ്ട് പ്രത്യേകിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത്